മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മലയാള മനോരമയിൽ ഡിസംബർ 27-ാം തീയതി വന്ന ഒരു റിക്വസ്റ്റ്, എല്ലാ വേദനയോടും കൂടിയാണ്, ഒരു അവഹേളനപരമായിട്ടുള്ള വീക്ഷണവുമില്ലാതെയാണ് ഞാനിത് വായിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഒരു ഹിന്ദു സന്യാസിക്കോ സന്യാസിനിക്കോ ആണ് ഉണ്ടായതെങ്കിൽ ഇവിടുത്തെ യുക്തിവാദികളും ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും എന്തു പറയുമായിരുന്നു എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വായിക്കുന്നത്. ഒരു വ്യക്തിയുടെ വേദനാജനകമായ അവസ്ഥയെ അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല, അത് ഉറപ്പിച്ചു പറയുന്നു. ഇതേപോലൊരു സംഭവം ഒരു ഹിന്ദു സന്യാസിക്കാണ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും പത്രമാധ്യമങ്ങളുടെ പ്രതികരണം, ബുദ്ധിജീവികളുടെ പ്രതികരണം, യുക്തിവാദികളുടെ പ്രതികരണം, ഇടതുപക്ഷക്കാരുടെ പ്രതികരണം? ഒരു വിദേശ വനിത അവരുടെ പുസ്തകത്തിൽ എഴുതിയതനുസരിച്ച് മാതാ അമൃതാനന്ദമയിയെ കോർട്ട് മാർഷൽ ചെയ്ത ചാനലും പത്രങ്ങളും ഇവിടെയുണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ലൈംഗികമായി നിരന്തരം പീഡിപ്പിച്ചതിന് 2 ജീവപര്യന്തം കൊടുത്തപ്പോൾ അതേ ചാനലുകളും അതേ MBA എടുത്തവരും ഒന്നും പ്രതികരിച്ചില്ല. അതേപോലെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. കുറേ പേരില്ലെങ്കിലും ഈ യൂട്യൂബും പിന്നെ അതിൻ്റെ ഓഡിയോ സിസ്റ്റവും മാത്രം വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എത്തും. അത് ഹിന്ദുവിന് ഒന്ന് കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഈ വ്യക്തിയുടെ ദുഃഖത്തിൽ പങ്കുചേരാതിരിക്കാനോ ആ ദുഃഖത്തെ ദുഃഖമല്ലാതെയാക്കാനോ ഒന്നുമല്ല. വീണ്ടും ഞാനത് ആവർത്തിക്കാൻ കാരണം, മറ്റൊരുവന്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ ധാരണയുണ്ടാകരുത്. കുറച്ചു പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടാവും. കാരണം അവർക്ക് വോട്ട് ബാങ്കും എങ്ങനെയെങ്കിലും ഇനിയും ഇവരുടെ എല്ലാം വോട്ട് കിട്ടിയിട്ട് അടുത്ത ഇലക്ഷന് നിൽക്കുക, ഇതെല്ലാമാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. അതിന് ഞാൻ ഉത്തരവാദിയുമല്ല. ഈ മനോരമയിൽ കൊടുത്തിരിക്കുന്നത് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു വരിയാണ്. ഫാദർ ഉഴുന്നാലിൽ വീണ്ടും വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നെ രക്ഷിക്കൂ. ഞാനത് വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പഴയ ചിത്രവും പുതിയ ചിത്രവും കൊടുത്തിട്ടുണ്ട്. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ ഈ ഫാദർ എവിടെയാണോ അദ്ദേഹം അപ്രത്യക്ഷമായത്, ആ രാജ്യത്തിലേക്ക് പോയത് ഒരു കാരണവശാലും അവിടെ ജോലിയെടുത്ത് കുറെ പൈസ ഉണ്ടാക്കി വീട്ടിൽ വന്ന് കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായിരിക്കാൻ സാധ്യതയില്ല. ഒരു ഫാദറായിട്ട് അവിടെ ചെന്ന് പള്ളിയിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവിടെയുള്ള ഹിന്ദുക്കളെയോ മറ്റുള്ളവരെയോ മതം മാറ്റി തൻ്റെ മതത്തിൽ എണ്ണം കൂട്ടാനുമാണ്. അങ്ങനെ മതം മാറ്റുന്ന സമയത്ത് മുഴുവനും അദ്ദേഹം ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള മതപരിവർത്തന തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട സന്ദേശം, യേശുക്രിസ്തു ഏകരക്ഷകൻ, അവനിൽ അഭയം പ്രാപിച്ച് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഏക ദൈവം, ഏക ബന്ധാവ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവാണ് ഏകരക്ഷകനും ഏക വഴിയും. മാനസാന്തരപ്പെട്ട് അവനിൽ ശരണം പ്രാപിക്കുവിൻ, നിങ്ങൾക്ക് സ്വർഗരാജ്യവും നിങ്ങൾക്ക് നന്മയും കിട്ടുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ ജനങ്ങളോടും ഇന്ത്യൻ പ്രസിഡന്റിനോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന വിദേശകാര്യ മന്ത്രിയോടും ഒരു വലിയ കത്തോലിക്ക സഭ താണ് കേണ് അപേക്ഷിക്കേണ്ട അവസ്ഥ എങ്ങനെയുണ്ടായി? ഏകരക്ഷകനെ പരിചയപ്പെടുത്താനും ഏകരക്ഷകനിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനുമായിട്ട് കോടികൾ മുടക്കുന്നവര് ഈ ഏകരക്ഷകന്റെ മതത്തിൽ പെടാത്ത 3 പേരോട്, ഏകരക്ഷകന്റെ മതത്തിൽപ്പെട്ട ആളല്ല ഇന്ത്യൻ പ്രസിഡന്റ്, കേരളത്തിലേക്ക് വന്നപ്പോൾ കത്തോലിക്ക സഭയിലെ ഉയർന്ന നേതാക്കന്മാർ എന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി.
ഏകരക്ഷകനും കൈവിട്ടു, ഇനി നിങ്ങളാണ് രക്ഷകൻ എന്ന് പ്രണാബ് മുഖർജിയോട് പറയുകയുണ്ടായി. അതുപോലെ രാജ്നാഥ് സിംഗ്, അദ്ദേഹം തനി വർഗീയവാദി, സംഘി, RSSകാരൻ എല്ലാമാണ്. ഇപ്പൊ ഈ ഏകരക്ഷകൻ എന്ന അവനവന്റെ നായകൻ വിട്ടോ? RSSകാരന്റെ പുറകെ പോകേണ്ടി വന്നോ? പ്രണാബ് മുഖർജി ആണെങ്കിൽ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരന്റെ പുറകെ പോകേണ്ടി വന്നു. സംഘിയായിട്ടുള്ള RSSകാരനായിട്ടുള്ള രാജ്നാഥ് സിംഗ് എന്ന ആഭ്യന്തരമന്ത്രിയുടെ കാലിൽ ചെന്ന് വീഴേണ്ടി വന്നു. ഏതാണ്ട് അദ്ദേഹം ഉള്ള സത്യം പറഞ്ഞു, എനിക്ക് ഈ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പറ്റാവുന്നതൊക്കെ ചെയ്യാമെന്ന്. യേശു ക്രിസ്തു ചെയ്തില്ലെങ്കിൽ ചെയ്താൽ മതിയല്ലോ. ഏതായാലും ഓപ്പറേഷൻ തിയേറ്ററിൽ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു, ഭാരതീയ പൗരന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുമെന്ന്. ഏതോ അവരുടെ നന്മ നിറഞ്ഞ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശത്തിൽ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മതപരിവർത്തനം ചെയ്യാനായിട്ട് അവിടെ പോയി ഏത് ദൈവത്തിന്റെയും ദൈവപുത്രന്റെയും പേരാണോ പറഞ്ഞത് ആ ദൈവവും ആ ദൈവപുത്രനും കൈവിട്ടു എന്നറിഞ്ഞപ്പോ ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ 3 പേരും യഥാർത്ഥത്തിൽ ഏകരക്ഷകന്റെ ആൾക്കാരല്ല. പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ടും ഇവരത് കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വീഡിയോയിലൂടെ തന്നെ രക്ഷിക്കൂ എന്ന് നേരെ സ്വർഗരാജ്യത്തിലുള്ള യഹോവയോടും കർത്താവിന്റെ പുത്രനോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവരെന്താണോ പ്രചരിപ്പിച്ചിരുന്നത് അത് കുറെ കൂടി അർത്ഥവത്താണ് എന്ന് അനുയായികളെയും കുഞ്ഞാടുകളെയും ബോധ്യപ്പെടുത്താമായിരുന്നു. ഒരു സാഡിസ്റ്റിന്റെ വീക്ഷണത്തിലൂടെയല്ല ഗോപാലകൃഷ്ണൻ ഇത് പറയുന്നത്. ഈ ഭാരതം മുഴുവനും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഏകരക്ഷകന്റെ കൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ഏകരക്ഷകനും അങ്ങേരുടെ അച്ഛനും കൈവിട്ടപ്പോ അഭയം പ്രാപിക്കേണ്ടി വന്നത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രണാബ് മുഖർജിയുടെയും തനി സംഘികളായിട്ട് RSSകാരായിട്ടുള്ള വ്യക്തിയുടെയും അടുത്തേക്കാണ് എന്നുള്ളത് ചിന്തിക്കൽ മാത്രമല്ല, അടുത്ത കാലത്ത് ആ പള്ളി നേതാക്കന്മാർ പറയുകയുണ്ടായി, ഈ ഉഴുന്നാല് എന്ന് പറയുന്ന ഫാദറിനെ രക്ഷിക്കാനായിട്ട് അപേക്ഷിച്ചു പോകുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഒരു സഭയോട് ഭരണാധികാരികളെ കാണിക്കുന്ന അവഹേളനമാണ് എന്ന് പറഞ്ഞ് ബോക്സിൽ എഴുതുകയുണ്ടായി. ഇവിടെ നിന്ന് ഓരോരുത്തരെയും മതപരിവർത്തനം നടത്താൻ ലോകം മുഴുവനും ഭാരതം മുഴുവനും അയച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മതപരിവർത്തനം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും വേണം, ഇവർക്ക് Z കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുക്കുകയും വേണം, തീവ്രവാദികളെ ഒട്ട് എതിർക്കുകയുമില്ല, ന്യൂനപക്ഷത്തിന്റെ പേരിൽ എല്ലാം ഞങ്ങൾക്ക് കിട്ടണവും എന്ന് പറയുകയും ചെയ്യും. അതേ സമയത്ത് ഇവരെ രക്ഷിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വം, കൊല ചെയ്യാൻ വന്ന വ്യക്തിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൊലയിൽ മരിക്കാൻ പോകുന്ന വ്യക്തിയുടേതാണ് എന്ന് പറയുന്ന മാതിരി ഏത് മതത്തിലുള്ളവരെയാണോ ഇപ്രകാരം മതം മാറ്റുന്നത്, അങ്ങനെ മതം മാറ്റുന്ന ഒരാള് മുസ്ലിം രാജ്യത്ത് നിന്ന് മതം മാറ്റാൻ തുടങ്ങിയപ്പോ യഥാർത്ഥ നിറം കണ്ടപ്പോ രക്ഷിക്കേണ്ടി വന്നത് ഇവർ അവഹേളിക്കപ്പെടുന്ന വ്യക്തികൾ തന്നെ. ഭരണാധികാരികളാണോ അല്ലയോ എന്നല്ല, ഭരണാധികാരികൾ പറഞ്ഞയച്ചിട്ടല്ലല്ലോ ഈ അച്ഛൻ എവിടെയാ പോയതെന്ന് വെച്ചാൽ പോയത്. അപ്പൊ ആ അച്ഛൻ പോയത് ഏതായാലും ജോലി ചെയ്ത് കാശുണ്ടാക്കാനും ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഫാദർ എന്ന് പറഞ്ഞ് ലോഹയിട്ടുകൊണ്ട് കെട്ടിയിടുക്കി അങ്ങോട്ട് പോവുമായിരുന്നില്ല. പോയത് മതപരിവർത്തനത്തിനും, പോയത് പള്ളി കാര്യത്തിനും, പോയത് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താനും, പോയത് ബൈബിൾ പ്രചരിപ്പിക്കാനും ആണെങ്കിൽ ആ ചെയ്തത് ഏത് ദൈവത്തിന് വേണ്ടിയാണോ ആ ദൈവത്തിനോടല്ലേ വീഡിയോയിലൂടെ അപേക്ഷിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ആദ്യം പറഞ്ഞൊരു വരി, ഇതെങ്ങാനും സംഭവിച്ചത് ഒരു ഹിന്ദുവിനായിരുന്നെങ്കിൽ ഇവിടുത്തെ കൈരളി ചാനലും ചന്ദ്രികയും ഇവിടുത്തെ മാധ്യമവും ഇവിടുത്തെ ഡെക്കാൻ ക്രോണിക്കിളും ഇവിടെയുള്ള ദേശാഭിമാനിയും ജനയുഗവും എല്ലാം ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് കൂടി ഓരോ ഹിന്ദുവും അറിയണം എന്നുകൂടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.